വിദ്യാസമ്പന്നരായ പെൺകുട്ടികളാണ് നാളെയുടെ മലപ്പുറത്തിന്റെ വിധി നിർണയിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ആസാമിലും ഗുജറാത്തിലുമെല്ലാം സ്ത്രീ സമൂഹത്തിന്റെ വോട്ടിലൂടെ, സ്ത്രീ ശാക്തീകരണത്തിലൂടെ, സ്ത്രീ ശക്തിയിലൂടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നേടിയ ആ വോട്ടിന്റെ കണക്കുകളാണ് ഞങ്ങളിലുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഞങ്ങളിൽ ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഗമ്മറിനിസ അവരുകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന ആശയം കൊണ്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന BJP മൈനോറിറ്റിയുടെ ഈ ചൈത്രയാത്ര ഇന്ന് ഈ പ്രദേശത്തിലെത്തിയിരിക്കുന്നു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളെ പ്രശ്നങ്ങളാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എവിടെ നാര്യസ്തു പൂജന്തോ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവന്മാർ രമിക്കുന്നു. അതെ, മറ്റൊരു സത്യം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്റെ വാത്സല്യനിധിയായ അമ്മക്ക് നമസ്കാരം, മാതൃഭൂമിക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ കേട്ട ഈ വചനങ്ങള്, നാരീ ശക്തി എന്ന ഈ വചനങ്ങളെ നെഞ്ചിലേറ്റുന്നു ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ പാർലമെന്റ് ഇലക്ഷനിലേക്ക് 5 നാരീ ശക്തികളെ ഇറക്കിയിട്ടുണ്ടെന്നുള്ള ചാരിതാർത്ഥ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനവും എനിക്കുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൈനോറിറ്റി വിഭാഗങ്ങളെ മാറ്റി നിർത്തുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കേരളത്തിൽ നിന്നും ഒരൊറ്റ സ്ഥാനാർത്ഥി, കരുത്തുറ്റ അതുപോലെ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നതും അദ്ദേഹത്തിന്റെ ആർജവം തന്നെയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഹൈവേയിലെ ദ്രുതഗതിയിലുള്ള പണികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 35 കിലോമീറ്റർ വേഗത്തിൽ ഓൾ ഇന്ത്യയിൽ ആ പ്രവർത്തനങ്ങൾ, ആ പണി നടക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം റെയിൽവേയുടെ വികസനം, ഏറ്റവും സ്പീഡിലോടുന്ന ആധുനിക സംവിധാനത്തോട് കൂടിയുള്ള വന്ദേ ഭാരത് എന്ന ട്രെയിൻ നമുക്ക് ഇറക്കി തന്നപ്പോൾ നമ്മളൊക്കെ അഭിമാനത്തോടെ അതിന്റെ മുന്നിൽ നിന്നവരും അതിൽ കയറാൻ ആഗ്രഹിച്ചവരുമാണ്. വളരെ സമയത്തിന്റെ വിലയറിഞ്ഞുകൊണ്ട് ആ ഒരു ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തുനിന്ന് വന്ദേ ഭാരത് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ 12 മണിക്ക് കാസർഗോഡ് എത്തി. നമ്മുടെ സമയദൈർഘ്യം, യാത്രയിലുള്ള സമയദൈർഘ്യത്തെ കുറയ്ക്കുന്ന തരത്തിലാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അടുപ്പുകൾ ഊതി വല്ലാതെ വിഷമിക്കുന്ന അമ്മമാരുടെ ഈ കഷ്ടപ്പാട് കുറയ്ക്കുവാൻ വേണ്ടി ഉജ്ജൽ യോജനയിലൂടെ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള നിരവധി പേർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, വിശപ്പ് നമ്മുടെ വലിയ ഒരു പ്രയാസം തന്നെയാണ്. രാപ്പകലില്ലാതെ പ്രവാസികളായിക്കോട്ടെ ഇവിടെ വെയിലിന്റെ ചൂടിലും കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ഒരു നേരത്തെ വിശപ്പിന് വേണ്ടിയാണ്. അവിടെയാണ് ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പദ്ധതിയിലൂടെ പാവപ്പെട്ട അമ്മമാരുടെ, പാവപ്പെട്ട അച്ഛന്മാരുടെ ഈ മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എനിക്ക് 300 ദിവസം തരൂ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജലക്ഷാമവും അവിടെ ഇല്ലാണ്ടാക്കിയത് നരേന്ദ്രമോദിജിയുടെ 56 ഇഞ്ച് നെഞ്ചളവിന്റെ ആർജവും ഒന്നുകൊണ്ട് മാത്രമാണ്.
അതുപോലെ നമുക്കൊരാനുകൂല്യവും പല പല വീടുകളിൽ പോയി നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കേന്ദ്ര ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവിടെ കോവിഡ് വാക്സിൻ മുതൽ ഒരുപാട് പദ്ധതികൾക്ക് നിങ്ങൾ അറിയാതെ നിങ്ങൾ അതില് ഭാഗമാകുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃവന്ദൻ യോജന, അമ്മയാകുക എന്ന വലിയ ദൗത്യത്തിന് എല്ലാവരുടെയും ഒരമ്മയാകുമ്പോഴുള്ള സന്തോഷത്തിന് മാറ്റുകൂട്ടുന്ന തരത്തിൽ 2 മക്കൾ വരെ ഉണ്ടാകുമ്പോ ഈ അമ്മമാർക്ക് കാശ് കിട്ടുന്നുണ്ട്. അതുപോലെ വൈകല്യമുള്ളവർക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ തന്നുകൊണ്ട് മറ്റൊരു പദ്ധതിയുമുണ്ട്. നമുക്കറിയാം മോദിജിയും BJP ഗവൺമെന്റും വർഗീയവാദികളെന്ന് നിങ്ങൾ പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മുദ്രാ ലോണിന് അപേക്ഷിക്കുകയും സംരംഭകർ അത് വാങ്ങുകയും അതായത് ഈടില്ലാതെ അവരുടെ കച്ചവടങ്ങളെ അത് വികസിക്കുകയും ചെയ്തത്. കച്ചവടമില്ലാത്തവർക്ക്, സംരംഭങ്ങൾ ഇല്ലാത്തവർക്ക് അത് തുടരാനും സാധ്യമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര പദ്ധതി, വീടെന്ന സ്വപ്നം നമുക്കൊക്കെ ഉണ്ട്. പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്കും വാടക കൊടുക്കാതെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള സ്വപ്നം അത് എല്ലാവർക്കും ഉണ്ട്. അവിടെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ആ ഒരു ആഗ്രഹത്തെയും സാധീകരിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ കിസാൻ വികാസ് പദ്ധതി വന്ന സമയത്ത് അങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെയൊക്കെ കർഷകർക്ക് വേണ്ടി വന്ന ഈ പദ്ധതി നെഞ്ചിലേറ്റുന്ന വേളയിൽ ഇവിടെ ഇടതനും വലതനും പറഞ്ഞു പരത്തിയ വിഡ്ഢിത്തം വിശ്വസിച്ച് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു പറ്റിച്ചപ്പോൾ അതൊക്കെ വിശ്വസിച്ച പാവങ്ങളിൽ പാവപ്പെട്ട കർഷകരായ ജനങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും അതിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, പല പദ്ധതികൾ ഇന്നിപ്പോഴും ഇവിടെ എത്താതെ ഇവിടത്തെ കേരള ഗവൺമെന്റ് അതിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ പദ്ധതികളും ഇവിടെ എത്തണമെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം അറിയുന്ന, മനമറിയുന്ന, കരുത്തനായ, വിദ്യാസമ്പന്നനായ ഒരാളെ അങ്ങ് പാർലമെന്റിലേക്ക് അയക്കുക എന്ന വലിയ ദൗത്യമാണ് നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള ഓരോ വോട്ടിനും ചെയ്യാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ സുരക്ഷയാണ്. നമുക്കറിയാം അങ്ങ് ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയായി ഇന്നിവിടെ നിൽക്കുന്നത് ന്യൂനപക്ഷത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത നമ്മുടെ ആളായിട്ടുള്ള നിങ്ങളുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള അബ്ദുസ്സലാം സാറയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്തോ അങ്ങ് എറണാകുളത്തോ ഒന്നുമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് ഓടിച്ചെന്നാൽ കാണാൻ പറ്റുന്ന ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് നാൾ VC ആയി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അന്ന് കൊണ്ടുവന്ന നേട്ടങ്ങളും ആത്മാർത്ഥതയായ പ്രവർത്തനങ്ങളും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കൃത്യമായ കർശനമുള്ള അതുപോലെ കണിശമുള്ള ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ആശയങ്ങളോടുകൂടി ഈ ഒരു മലപ്പുറം പൂങ്കാവനമാക്കാനും പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ഇവിടെ എത്തിക്കാനും കഴിയുള്ള ഒരു പ്രതിനിധി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സലാംജി. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾക്ക് കൂടിയുള്ളതാണെന്നും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിവേക ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിരൽ തുമ്പിലുള്ള വോട്ട് ചെയ്യുമ്പോൾ അത് NDAക്ക് അതൊരു വർഗീയ പ്രസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.